ആപ് കി അദാലത്തിൽ ഫിലിം സ്റ്റാർ മനോജ് ബാജ്പേയിയുടെ മേലുള്ള ആദ്യത്തെ കുറ്റാരോപണം ഇദ്ദേഹം ഒരു ശാഠ്യക്കാരനാണ് എന്നുള്ളതാണ്. സർ, കുട്ടിക്കാലം മുതലേ താങ്കൾ ഒരു ശാഠ്യക്കാരനാണെന്ന് കേട്ടു. ഓലമെഞ്ഞ സ്കൂളിൽ പഠിക്കാൻ താല്പര്യമില്ല, ഗ്രാമത്തിൽ താമസിക്കില്ല, തീർച്ചയായിട്ടും ഞാനൊരു ആർട്ടിസ്റ്റ് ആകും, പക്ഷേ ഞാൻ അത് ആരോടും പറയാതെ മിണ്ടാതിരിക്കും. പറയാതിരുന്നത് കൊണ്ടാണ് എന്നെ കൊണ്ട് ഇവിടെ വരാൻ കഴിഞ്ഞത്. ഒരുപക്ഷെ പറഞ്ഞിരുന്നെങ്കിൽ നീ എവിടേക്കാണ് ഈ പോകുന്നത്, ഇവിടെ തന്നെ ഇരിക്കാൻ പറഞ്ഞിട്ടുണ്ടാവും. അവിടെയുള്ള ആരും എന്നെ അവിടുന്ന് പോകാൻ ഒരിക്കലും അനുവദിക്കില്ലായിരുന്നു. ഏകദേശം എനിക്കൊരു 9 വയസ്സുണ്ടാവും. അതായത് അമിതാഭ് ബച്ചൻ സാറെ കണ്ട അന്ന് മുതൽ ഞാൻ അതുവരെ അവിടുന്ന് വന്നിട്ടേ ഇല്ല. അന്ന് വരെ ആരോടും പറഞ്ഞിട്ടുമില്ല. ഞാൻ ഒരു തവണ ശ്രമിച്ചു നോക്കി. അതായത് ആക്ടറിനെക്കുറിച്ചും സിനിമയെക്കുറിച്ചും ഇവരുടെയൊക്കെ അഭിപ്രായം എന്തൊക്കെയാണെന്ന് അറിയാൻ ശ്രമിച്ചു. എൻ്റെ അച്ഛന് ഈ സിനിമ കാണുന്നത് എന്ന് വെച്ചാൽ വളരെ ഇഷ്ടമാണ്. അതോടൊപ്പം അമിതാഭ് ബച്ചൻ സാറെ കാണുമ്പോൾ ഒരു നല്ല ആക്ടറാണ്, പിന്നെ ദിലീപ് സാറും ഒരു നല്ല ആർട്ടിസ്റ്റാണെന്ന് അച്ഛനോട് പറയുമായിരുന്നു. ആ സമയത്ത് ഞാൻ ചോദിച്ചു, നിങ്ങളുടെ മകൻ ആക്ടറാണെങ്കിൽ അച്ഛൻ എന്ത് ചെയ്യുമോ എന്ന്. എന്നോട് ഭോജ്പുരിയിലാണ് പറഞ്ഞത്. നീ ഈ അഭിനയത്തെ തൊഴിലായി കരുതുമെന്ന് ചോദിച്ചു. അപ്പോഴാണ് അദ്ദേഹത്തിന് മനസ്സിലായത് ഞാനത് അദ്ദേഹത്തിനോട് പറയുകയാണെങ്കിൽ അദ്ദേഹത്തിന് ഹാർട്ട് അറ്റാക്ക് വരും എന്നുള്ള കാര്യം. പിന്നെ എൻ്റെ സ്ട്രിക്റ്റായ അമ്മ എന്നെ ജീവിതത്തിൽ ഒരിക്കലും മൈൻഡ് ചെയ്യില്ല. പിന്നെ ഇവനെൻ്റെ മകനല്ല, എനിക്കും ഇവനും യാതൊരു ബന്ധമില്ലെന്നും പറയും. അല്ലെങ്കിൽ എന്താ, എന്നെ പോകാൻ അനുവദിക്കില്ല. അതുകൊണ്ട് ഞാൻ ഈ കാര്യം പുറത്താരോടും പറഞ്ഞില്ല. സിനിമ കാണാൻ പോകുമ്പോഴൊക്കെ അമ്മ അടിക്കുമെന്ന് കേട്ടിട്ടുണ്ട്. കുറേ അടിക്കും. ഒരു തവണ അന്നൊരു ദിവസം ഞാൻ സിനിമ കാണാൻ പോയി, അതും എക്സാമിൻ്റെ 5 ദിവസം മുമ്പ്. എൻ്റെ അച്ഛനും അമ്മയും നാട്ടിലേക്ക് വന്നിരുന്നു. എന്നോട് ചോദിച്ചു, നീ എവിടേക്കാണ് പോയതെന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞു, സിനിമ കാണാൻ പോയതാണെന്ന്. നീ വന്നത് പഠിക്കാനോ അല്ലെങ്കിൽ സിനിമ കാണാനോ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, അച്ഛനോട് പഠിച്ച് ക്ഷീണിച്ചു പോയി, അതുകൊണ്ട് ജസ്റ്റ് റിലാക്സ് ചെയ്യാൻ പോയതാണെന്ന് പറഞ്ഞു. അപ്പോഴൊക്കെ എൻ്റെ അമ്മയെ കണ്ടാൽ എനിക്ക് നല്ല പേടിയായിരുന്നു. എൻ്റെ കുടുംബത്തിലുള്ള എല്ലാവരും എൻ്റെ അമ്മയെ കണ്ടാൽ നല്ലോണം പേടിക്കും. ശരിക്കും പറയുകയാണെങ്കിൽ എൻ്റെ അമ്മയെ കണ്ടാൽ എൻ്റെ അച്ഛന് നല്ല പേടിയാണ്. സോ ബേസിക്കലി എന്നെ രക്ഷിക്കാൻ അവിടെ ആരുമില്ല. പിന്നെ എൻ്റെ അമ്മയ്ക്ക് ദേഷ്യം വരുമ്പോഴൊക്കെ എൻ്റെ അമ്മയുള്ള പരിസരത്തേക്ക് പോലും എൻ്റെ അച്ഛൻ ഒരിക്കലും എത്തി നോക്കില്ല. സോ എൻ്റെ അമ്മയെന്ന് വെച്ചാൽ ഞങ്ങൾക്ക് അത്രയും പേടിയായിരുന്നു. എൻ്റെ അമ്മ കുറച്ച് ദിവസം മുമ്പൊക്കെ ഹോസ്പിറ്റലിലൊക്കെ ആയിരുന്നു. അമ്മ ഹോസ്പിറ്റലിലുള്ള സമയത്തൊക്കെ എന്തെങ്കിലും ഒരു ചെറിയ കാര്യത്തിന് വേണ്ടി അമ്മയ്ക്ക് എന്തെങ്കിലും ദേഷ്യം വന്നാൽ എൻ്റെ ചേട്ടൻ, അനിയത്തി, പിന്നെ ഞാൻ എന്ന 6 പേർക്കും അവിടേക്ക് പോകാന്ന് വെച്ചാൽ പേടിയായിരുന്നു. എൻ്റെ അമ്മ സ്ട്രിക്റ്റ് ആയതുകൊണ്ട് എനിക്ക് എൻ്റെ അമ്മയെ കണ്ട പേടിയാണ്. അതുകൊണ്ട് ഞാനും ആ റൂമിലേക്ക് പോകാറില്ല. പക്ഷെ താങ്കളുടെ അച്ഛൻ താങ്കളൊരു ഡോക്ടറാകാനാണ് ആഗ്രഹിച്ചത്. അതെ, മെഡിക്കൽ എൻട്രൻസ് ടെസ്റ്റ് എഴുതാൻ പോയി. ഞാനൊരു ടോപ്പർ സ്റ്റുഡൻ്റ് ഒന്നുമല്ല, പക്ഷേ എനിക്ക് നല്ല പേടിയുണ്ടായിരുന്നു. ഒരുപക്ഷെ ഞാൻ ഈ പരീക്ഷ എഴുതി എല്ലാം കറക്റ്റ് ആണെങ്കിലോ ഞാൻ ഒരു പക്ഷേ ഡോക്ടറാവോ എന്ന് പോലും പേടിച്ചു പോയി. അതിൽ ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ടാവില്ലേ സാർ? ആ ക്വസ്റ്റ്യൻസിൽ ഒരു 4 ഓപ്ഷൻസ് ഉണ്ടാകും. അതിൽ നമുക്ക് ഒന്ന് വേണം ക്ലിക്ക് ചെയ്യാൻ. ലിറ്ററലിയിൽ അതിലെനിക്ക് ഏത് ക്വസ്റ്റ്യനാണ് ആൻസർ അറിയുന്നത് ഞാനിങ്ങനെ കണ്ണിൽ വെച്ചുകൊണ്ട് അതിൽ ഏതെങ്കിലും ഒന്ന് ടിക്ക് ചെയ്യും. കാരണം ഞാൻ ഇതിൽ ശരിക്കുള്ള ആൻസർ ക്ലിക്ക് ചെയ്യാൻ പാടില്ല എന്ന്. കാരണം ഞാൻ ആക്ടറാകാതെ ഡോക്ടറാകുമോ എന്ന് പേടിച്ചു പോയി. നല്ല കാലം ഞാൻ എൻട്രൻസ് ടെസ്റ്റിൽ പാസ്സായില്ല. ചെറുപ്പം മുതലേ എനിക്കൊരു കൂട്ടുകാരനുണ്ടായിരുന്നു. അവൻ എന്നോട് പറഞ്ഞത് ഞാൻ ഡൽഹി യൂണിവേഴ്സിറ്റിയിലേക്ക് പോവുകയാണ്, എൻ്റെ ചേട്ടൻ അവിടെയാണ്, ഞാൻ അവിടെ അഡ്മിഷൻ വാങ്ങാൻ പോവാണ്. അപ്പം ഞാൻ പറഞ്ഞു എന്നെയും കൂട്ടിക്കൊണ്ട് പോകാൻ. അപ്പം എന്നോട് അവൻ ചോദിച്ചു, കാശ് വല്ലതുണ്ടോയെന്ന്. അപ്പം ഞാൻ പറഞ്ഞു, അച്ഛൻ എനിക്ക് എത്ര തരുമെന്ന് അറിയില്ല എന്ന്. അവൻ പറഞ്ഞു റിസർവേഷൻ ചെയ്യണമെന്ന്. അപ്പോൾ എനിക്ക് അതിനെക്കുറിച്ച് ഒന്നും അറിയില്ലായിരുന്നു. അത്രയും ദൂരം പോകണമെങ്കിൽ റിസർവേഷൻ ചെയ്യണം എന്നുള്ള കാര്യം പോലും എനിക്ക് അറിയില്ല. ഞാൻ ചോദിച്ചു, അപ്പോൾ എത്രയാകുമെന്ന്. 50 രൂപ വേണ്ടി വരുമെന്ന് പറഞ്ഞു. നീ എനിക്കാദ്യം 50 രൂപ താ, ഞാൻ പിന്നീട് തിരിച്ചുതരാമെന്ന് പറഞ്ഞു. ആ സമയത്ത് അവൻ എന്നോട് പറഞ്ഞ കാര്യം, പോടാ പിശുക്ക, നീ തിരിച്ചുതരാൻ പോകുന്നില്ലെന്ന് പറഞ്ഞു. അപ്പോൾ അവൻ എന്നോട് പറഞ്ഞു, ഞാൻ നിനക്ക് ദാനം ചെയ്തതായിട്ട് ഇരിക്കട്ടെ എന്ന്. അവന്റെ പേര് ദക്ഷണയാണ്. അവനാണ് എനിക്ക് ഈ 50 രൂപ തന്നത്. താങ്കൾ ഡൽഹിയിൽ വന്നതിന് ശേഷം NSTയിൽ പോകാൻ വേണ്ടി താങ്കൾ ആഗ്രഹിച്ചിരുന്നു. നാഷണൽ സ്കൂൾ ഓഫ് ഡ്രാമയാണ് താങ്കളുടെ സ്വപ്നം എന്ന് അറിഞ്ഞു. അതെ, ശരിയാണ് സർ. ഞാൻ അത് ഓർത്താണ് ഡൽഹി വരെ വന്നത്. ഞാൻ ബീഹാറിലുള്ളപ്പോൾ ഈ നാഷണൽ സ്കൂൾ ഓഫ് ഡ്രാമയിലെ നസറുദ്ദീൻ ഷാ ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞിരുന്നു രാജ് കപൂർ സാറും അവിടെയായിരുന്നു എന്ന്. ഇതിൽ ഡിപ്ലോമ അവൈലബിൾ ആണെന്ന് അതിലുണ്ടായിരുന്നു. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ആക്ടിങ് ചെയ്യുവാണെങ്കിൽ ഡിപ്ലോമയും കിട്ടുമോ എന്ന്. അപ്പോൾ ഞാനിത് ഉപയോഗിച്ചുകൊണ്ട് എൻ്റെ അച്ഛനെ മണ്ടനാക്കാൻ കഴിയും. അതായത് തിയേറ്ററിൽ എനിക്ക് ഡിപ്ലോമോ കിട്ടി എന്ന് പറയും, എനിക്ക് എവിടെ വേണമെങ്കിലും ജോബ് കിട്ടുമെന്ന് പറയാമെന്ന് വിചാരിച്ചു. അതെ, പക്ഷേ 4 പ്രാവശ്യം NST താങ്കളെ റിജക്റ്റ് ചെയ്തു. 4 പ്രാവശ്യം. അപ്പോഴും താങ്കൾ ശാഠ്യത്തോടിരുന്നെന്ന് കേട്ടു. കാരണം എനിക്ക് തിയേറ്ററിൽ ചേർന്നേ പറ്റൂ. എനിക്കപ്പോൾ ഒരു കാര്യം മാത്രമേ അറിയൂ. അതായത് രജത് സാർ NST എനിക്ക് സ്കോളർഷിപ്പ് തന്നു. അതോടൊപ്പം താമസിക്കാൻ ഹോസ്റ്റലും തന്നു.
ഞാൻ ആദ്യം NSDയിലേക്ക് പോകാൻ തീരുമാനിച്ചത് തന്നെ ഇതുകൊണ്ടാണ്. അതായത് ഭക്ഷണത്തിനും താമസത്തിനും യാതൊരു തടസ്സമില്ല എന്നുള്ള കാര്യം മനസ്സിലായി. പിന്നീട് എനിക്ക് തിയേറ്ററിൽ ഒരു ചാൻസ് കിട്ടിയിരുന്നു. ശരിക്കും പറയുകയാണെങ്കിൽ എനിക്ക് ഒരു 3-4 പ്രാവശ്യം അഡ്മിഷൻ കിട്ടിയതേ ഇല്ല. ഞാൻ ആദ്യം ഒരുപാട് വിഷമിച്ചു. ലൈഫിലെല്ലാം നഷ്ടപ്പെട്ടു. ഇനി ജീവിതത്തിൽ എന്താ ചെയ്യാന്നുള്ളൊരു ചിന്തയിലായിരുന്നു ഞാൻ. പിന്നീട് ഞാൻ മണ്ടികാസ്റ്റിൽ മെല്ലെ മെല്ലെ ജോലിയെടുക്കുമ്പോൾ മാരി ജോണിനെ കാണാൻ പറ്റി. പിന്നീട് ഞാൻ അദ്ദേഹത്തിൻ്റെ കൂടെ നാടകങ്ങൾ അഭിനയിച്ചു. പക്ഷേ റിജക്ഷൻ എന്നെ ഒരുപാട് സ്ട്രോങ് ആക്കി. എത്രയും ദിവസത്തേക്ക് റിജക്റ്റ് ചെയ്യാന്ന് നോക്കാനും താങ്കൾ തീരുമാനിച്ചു. വളരെ സ്ട്രോങ് ആയിരുന്നെന്ന് ഇതിൽ നിന്ന് മനസ്സിലാക്കാം. ശേഖർ കപൂർ താങ്കൾക്ക് ബാൻഡിറ്റ് ക്യൂനിൽ ഒരു കൊള്ളക്കാരന്റെ വേഷമാണ് നൽകിയത്. പക്ഷേ താങ്കളുടെ ആക്ടിങ് ആരും ശ്രദ്ധിച്ചില്ലെന്നുള്ളൊരു സങ്കടം താങ്കൾക്കുണ്ടായിരുന്നു. ആ സമയത്ത് എനിക്ക് ഡയലോഗ് കിട്ടിയത് തന്നെ ഏറ്റവും വലിയ കാര്യമാണ്. നിങ്ങളും ഈ ക്യാമറയിൽ ഉണ്ടല്ലോ എന്നതിനെക്കുറിച്ച് ആലോചിച്ച് സന്തോഷിച്ചോളണം. ആ സമയത്ത് സൈലന്റ് റോൾ, സൈലന്റ് ക്യാരക്ടറിന് യാതൊരു ബഹുമാനം ഉണ്ടായിരുന്നില്ല. അതായത് ഞാൻ ബാൻഡിറ്റ് ക്വീനിൽ വൺ ഓഫ് ദി ഹീറോ ആയിരുന്നു. അതായത് ഫസ്റ്റ് ഹീറോ നിർമ്മൽ പാണ്ഡെ. ശരിക്കും പറയുകയാണെങ്കിൽ അദ്ദേഹത്തിന് ഒരുപാട് റീച്ച് കിട്ടി. പിന്നീട് എല്ലാ ഡയറക്ടേഴ്സും പ്രൊഡ്യൂസേഴ്സും അദ്ദേഹത്തിൻ്റെ പുറകിലായിരുന്നു. ആക്ച്വലി ഞാനതിൽ മോൺസിംഗ് എന്നൊരു റോള് ചെയ്തു. അത് ശരിക്കും പറയുകയാണെങ്കിൽ നല്ലൊരു റോളായിരുന്നു. എൻ്റെ അഭിനയം തരക്കില്ലെന്ന് എനിക്കെന്നെ തോന്നി. പക്ഷെ 5 കൊല്ലം പോയി കിട്ടി. ശരിക്കും പറയുകയാണെങ്കിൽ ആ റോൾ ചെയ്തതിന് ശേഷം എനിക്ക് ഒരു ജോലിയും കിട്ടിയില്ല. എന്നെക്കുറിച്ച് ആരും ഒരു വാക്ക് പോലും മിണ്ടിയില്ല. പക്ഷെ ആ സിനിമയിൽ അഭിനയിച്ച മറ്റുള്ളവർക്കെല്ലാം വേറെ എന്തെങ്കിലുമൊക്കെ സിനിമ കിട്ടിയില്ലേ? എല്ലാവർക്കും. സൗരഭ് ശുക്ല ഗജരാജ ആഡ് ഫിലിമിലേക്ക് മൂവായി. ജിതേന്ദ്ര ശാസ്ത്രി ഉണ്ടായിരുന്നു. നിർമ്മൽ പാണ്ഡെ, ഷീമ വിശ്വാസ്, എല്ലാവരും വർക്കിൽ വളരെയധികം ബിസിയായി. പക്ഷെ എനിക്കൊരു വർക്കും ഉണ്ടായിരുന്നില്ല. അപ്പോഴും താങ്കൾ വിട്ടില്ലല്ലേ? പക്ഷെ ഒരു കാര്യമുണ്ടായിരുന്നു. നമ്മുടെ പോക്കറ്റിൽ കാശില്ലാത്ത സമയത്തും വയറ്റിൽ ഭക്ഷണമില്ലാത്തപ്പോഴും നമുക്ക് നഷ്ടപ്പെടാനായി ഒന്നും ഉണ്ടാവില്ല. സാധിക്കണമെങ്കിൽ ആകാശം മാത്രമേ ഉണ്ടാവൂ. ഞാൻ അത് മാത്രം എൻ്റെ മനസ്സിൽ പതിച്ചു. അതിനുശേഷം മഹേഷ് ഭട്ട് സ്വാഭിമാൻ എന്ന സിനിമയിൽ താങ്കൾക്കൊരു റോൾ നൽകി. പക്ഷെ അതും യാതൊരു പ്രയോജനവും ഇല്ലാതായിപ്പോയി അല്ലേ? എല്ലാത്തിനേക്കാളും കൂടുതൽ ഉപയോഗപ്പെട്ടു. കാരണം എനിക്ക് മഹേഷ് ഭട്ടിൻ്റെ ഫ്രണ്ട്ഷിപ്പ് കിട്ടി. അതായത് 4-5 കൊല്ലം കഴിഞ്ഞ്, അതായത് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ അദ്ദേഹം ജസ്റ്റ് TV ഓൺ ചെയ്ത് കണ്ടു സുഹാഭിമാനിൽ എന്തൊക്കെ നടക്കുന്നു എന്ന് നോക്കാൻ വേണ്ടി. ആ സമയത്ത് എൻ്റെ സീൻ ടെലികാസ്റ്റ് ആയത് എൻ്റെ ഭാഗ്യമാണെന്ന് വേണം പറയാൻ. പിന്നെ അദ്ദേഹം പ്രൊഡക്ഷനിലേക്ക് വിളിച്ച് ഈ ഷോയിൽ ഈ റോൾ അഭിനയിച്ചത് ആരാണെന്ന് ആ ടീമിനോട് ചോദിച്ചിരിക്കുന്നു. അപ്പോൾ അവർ പറഞ്ഞിരിക്കുന്നു ഇദ്ദേഹത്തിൻ്റെ പേര് മനോജ് ബാജ്പായ് ആണ്, ഒരു നല്ല ആർട്ടിസ്റ്റാണെന്ന്. അപ്പോൾ അദ്ദേഹം പറഞ്ഞില്ലല്ലോ ഇദ്ദേഹം ഒരു എക്സലന്റ് ആർട്ടിസ്റ്റാണ്, എൻ്റെ നമ്പർ അയക്കാൻ പറഞ്ഞിരിക്കുന്നു. ആദ്യമൊക്കെ പേജർ നമ്പർ ആയിരുന്നു, അത് അവർ കൊടുക്കുകയും ചെയ്തു. പേജറിൽ മെസ്സേജ് വന്നു കോൾ മീ എന്ന്, ആൻഡ് ദിസ് നമ്പർ മഹേഷ് ഭട്ട് എന്ന്. പക്ഷേ ഞാൻ വിചാരിച്ച നമ്പർ വെച്ച് എന്നെ ആരോ കളിയാക്കുകയാണ് എന്ന്. ഞാൻ പറഞ്ഞ കാര്യം നിങ്ങൾക്ക് എന്നെ മനസ്സിലായിട്ടുണ്ടാവും അല്ലേ? പിന്നീട് എൻ്റെ മനസ്സിലൊരു വിഷയം തോന്നി. അതായത് ഒരു പക്ഷേ ഇത് നുണയല്ലാതെ സത്യമാണെങ്കിലോ? പിന്നീട് ഇതൊരു വലിയ പ്രശ്നമായേക്കും. പിന്നീട് ഞാൻ ആ നമ്പറിലേക്കൊന്ന് വിളിച്ചു. എന്നിട്ട് അദ്ദേഹത്തിനോട് ഞാൻ സംസാരിച്ചു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഇപ്പം തന്നെ വരാൻ. ഞാൻ അപ്പം തന്നെ പോവുകയും ചെയ്തു. പിന്നെ എനിക്ക് അദ്ദേഹം തമന്നയുടെ സിനിമയിൽ ഒരു നല്ല ക്യാരക്ടർ തന്നു. പൂജ ഭട്ടിൻ്റെ ആദ്യത്തെ പ്രൊഡക്ഷനായിരുന്നു. ആ സിനിമയിൽ പരേഷ് ഷവാൽജി ഉണ്ടായിരുന്നു. അതിലും ഒരു ഇൻട്രസ്റ്റിംഗ് സ്റ്റോറിയുണ്ട്. പരേഷ് ഷവാൽ സാറിന് ഡേറ്റിലൊരു ചെറിയ പ്രശ്നമുണ്ടായിരുന്നു. മഹേഷ് ഭട്ട് എൻ്റെ ആ ജോലി കണ്ടതിന് ശേഷം അദ്ദേഹം ശരിക്കും ഒരു കാര്യത്തിന് വേണ്ടി തന്നെയാണ് എന്നെ വിളിച്ചിരിക്കുന്നത്. ഒരു പക്ഷേ ഈ റോൾ പരേഷ് ഷവാൽ സാറിനെ കൊണ്ട് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ഈ റോൾ എന്നെ ചെയ്യിപ്പിക്കണമെന്ന് അദ്ദേഹം വിചാരിച്ചിരിക്കുന്നു. അവരെനിക്ക് ശരിക്കും പറയുകയാണെങ്കിൽ നല്ലൊരു ബഹുമാനം തന്നു. അവരെനിക്കൊരു നല്ല അവസരം തന്നു. എൻ്റെ മുഖത്തിൽ അവർ എന്താ കണ്ടതെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. പക്ഷേ എനിക്കെന്തോ പ്രശ്നമുണ്ടെന്ന് അവർക്ക് അറിഞ്ഞിരിക്കുന്നു. നീ ഈ നാട് വിട്ടു പോകാൻ തീരുമാനിച്ചു എന്ന് അദ്ദേഹം എന്നോട് പറഞ്ഞു. ആക്ച്വലി അതാണ് സത്യം. പക്ഷേ പോകരുത്, നീ വിചാരിക്കാത്ത അത്രേ ഈ നാട് നിനക്ക് നൽകുമെന്ന് അദ്ദേഹം എന്നോട് അന്ന് തന്നെ പറഞ്ഞു. മനോജ് സാർ, താങ്കൾ എല്ലാ കാര്യങ്ങളും പറഞ്ഞു. പക്ഷെ ഒരു യഥാർത്ഥ കാര്യം താങ്കൾ വിട്ടുകളഞ്ഞു. മഹേഷ് ഭട്ട് സാർ താങ്കൾക്ക് വേണ്ടി വിസ്കി ബോട്ടിലൊക്കെ തുറന്നെന്ന് കേട്ടു. ഞാനിപ്പോൾ ലോക്കലായിരുന്നു. ഞങ്ങളൊക്കെ ഓൾഡ് മുഖം കുടിക്കുന്നവരാ. അതുമാത്രമല്ല, ചില ആളുകൾക്ക് അത് മിലിറ്ററി ക്യാൻറ്റീന്ന് പകുതി വിലയ്ക്ക് കിട്ടും അല്ലേ? അതെ, കുറഞ്ഞ വിലക്കിനെ കിട്ടുക. ഞങ്ങളത് എടുക്കുകയും ചെയ്യും. ആ സമയത്ത് അദ്ദേഹം ഈ ലോകത്തിനേക്കാളും എല്ലാത്തിനേക്കാളും, അതായത് അന്നത്തെ കാര്യം പറയുക, മികച്ച സ്കോച്ചായ ബ്ലൂ ലേബിളാണ് വെച്ചിരുന്നത്. ശരിക്കും പറയുകയാണെങ്കിൽ അദ്ദേഹം കുടിക്കില്ല. എന്നോട് ആദ്യമേ പറഞ്ഞു ഞാൻ കുടിക്കില്ല എന്ന്.
മണത്ത് നോക്കി, പിന്നെ എൻ്റെ അടുത്തേക്ക് തന്നെ വെക്കുകയും ചെയ്തു. ഞാൻ മുമ്പ് കുറേ കുടിച്ചിരുന്നു മനോജ്. കുടിച്ച് കുടിച്ച് താഴെ വീണ് കിടക്കും. പക്ഷേ ഇപ്പം അത് വിട്ടു. ഇപ്പോൾ നീ കുടിച്ചോ? അപ്പം ഞാൻ പറഞ്ഞു, സാർ ഞാൻ കുടിക്കും. സാർ പക്ഷേ ഞാൻ കുടിച്ചു. പക്ഷേ 10 മിനിറ്റ് 20 മിനിറ്റ് ആയിട്ട് എനിക്ക് ഒന്നും ആയില്ല. വെറും സംസാരം മാത്രമേ ഉണ്ടായിരുന്നല്ലോ. പക്ഷേ ഇപ്രാവശ്യം അദ്ദേഹം കുറച്ച് കൂടുതൽ ഒഴിച്ചു. ഞാനത് ഇറങ്ങുന്നതിന് മുമ്പ് കുടിക്കണമെന്ന് വിചാരിച്ചു. അത് കുടിച്ചതിന് ശേഷവും എനിക്ക് ഒന്നും സംഭവിച്ചില്ല. മൂന്നാമത്തെ റൗണ്ട് കുടിക്കാൻ തുടങ്ങിയപ്പോൾ അദ്ദേഹം തന്നെ പറഞ്ഞു, കുടി കുടി കുടിയെന്ന്. പിന്നീട് ഞങ്ങൾ കുടിച്ചുകൊണ്ടേ സംസാരിച്ചുകൊണ്ടിരുന്നു. എന്തൊക്കെ സംസാരിക്കാൻ നിങ്ങൾക്ക് തന്നെ അറിയാം. ഞങ്ങൾ വളരെ യങ് ഏജിലായിരുന്നു. എനിക്ക് പിന്നീട് തോന്നിയത് ഇതെന്താ ഇത്രയും കുടിച്ചിട്ടും ഒന്നും ആകാത്ത എന്നതിനെക്കുറിച്ചായിരുന്നു. ആ മദ്യം കാണാൻ മാത്രം കോസ്റ്റ്ലി. അതായത് ആ ബ്ലൂ ലേബിളിൻ്റെ സ്പെഷ്യൽ വിഷയം ഇതായിരുന്നു, അരമണിക്കൂർ കഴിഞ്ഞ് മെല്ലെ കയറും. അതുവരെ ഞാൻ 4 റൗണ്ട് വീശി. ഇതെല്ലാം അരമണിക്കൂർ കഴിഞ്ഞ് എല്ലാം സംഭവിക്കൂ എന്നുള്ള കാര്യം എനിക്ക് അറിയില്ലായിരുന്നു. ഒന്ന് കയറിയതിന് ശേഷം പിന്നീട് സംഭവിച്ചതൊക്കെ എനിക്ക് മഹേത് സാറിനെ കാണാൻ പോലും പറ്റിയില്ലായിരുന്നു. പിന്നീട് അദ്ദേഹം സംസാരിച്ചതൊക്കെ എനിക്ക് വെറും സ്വപ്നം പോലെയാണ് തോന്നിയിരുന്നത്. അതായത് ഒരാള് വാ വാ വാ. സോ അതൊരു വലിയ ഇൻട്രസ്റ്റിംഗ് സ്റ്റോറി ആയിരുന്നു. അതെ. അതുപോലെ തന്നെ സത്യ, ആ. അതിൽ താങ്കൾ ചെയ്ത ബിക്കു മത്ര എന്നുള്ള ക്യാരക്ടർ എല്ലാവരും പ്രശംസിച്ച ക്യാരക്ടറാണ്. കാരണം എല്ലാവർക്കും ആ റോൾ ഇഷ്ടപ്പെട്ടു. ആ പടത്തിൽ താങ്കൾ ഹീറോ ആയിട്ടാണ് അഭിനയിച്ചത്. അതായത് ആദ്യം സംഭവിച്ചത്, ഡോർ എന്ന സിനിമയിൽ പരേഷ് സാറിൻ്റെ കൂടെ ഒരു 4-5 ഏഞ്ചുമാൻസ് ഉണ്ടായിരുന്നു. അതിനുവേണ്ടിയാണ് എന്നെ വിളിച്ചത്. അപ്പോൾ രാം ഗോപാൽ വർമ്മ സാർ ചോദിച്ചു, നിങ്ങൾ ഏതൊക്കെയാണ് സിനിമകൾ ചെയ്തിരിക്കുന്നതെന്ന്. ഞാനപ്പോൾ അദ്ദേഹത്തിനോട് പറഞ്ഞു, ദൂരദർശനിൽ ഷോയ്മാൻ സീരീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്ന്. പക്ഷേ ഞാനപ്പോൾ അദ്ദേഹത്തിനോട് പറഞ്ഞത് ബാൻഡിറ്റ് ക്വീൻ ആണ് എൻ്റെ ആദ്യത്തെ സിനിമയെന്നാണ്. അപ്പോൾ അദ്ദേഹം ബാൻഡിറ്റിൽ എന്താണ് റോള്, അതിൻ്റെ ഫേവറേറ്റ് സിനിമയാണെന്ന് പറഞ്ഞു. ഞാൻ ശേഖർ കപൂറിൻ്റെ കൂടെ ആ സിനിമ കണ്ടതിന് ശേഷം ഞാൻ ഇതേപോലൊരു നല്ല സിനിമ ഉണ്ടാക്കണമെന്ന് വിചാരിച്ചു, അല്ലെങ്കിൽ ഞാനൊരു നല്ല ഡയറക്ടറല്ലെന്നും പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു അതിൽ മോൺസിംഗ് റോളാണ് ചെയ്തിരിക്കുന്നതെന്ന്. അപ്പോൾ അദ്ദേഹം, നീ മോൺസിംഗ് റോൾ ചെയ്തോന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു അതേന്ന്. നിന്നെ കാണാൻ ഞങ്ങ പോലെ ഉണ്ടല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, സാർ അതിൽ മേക്കപ്പാണ് എന്ന്. അദ്ദേഹം അപ്പോഴത്തേക്ക് സീറ്റിൽ നിന്ന് എഴുന്നേറ്റ് നിന്നു. നീ എന്തിനാണ് വന്നിരിക്കുന്നത്, ആ റോള് മാത്രം തീർച്ചയായും ചെയ്യാൻ പാടില്ല എന്നും പറഞ്ഞു. ഇതിൽ 35,000 അല്ലാതെ വേറെ ഒന്നും കിട്ടില്ല, അതുമാത്രമല്ല എനിക്കിതിൽ മെയിൻ റോൾ തരാമെന്നും പറഞ്ഞു. അതായത് നീ ഇപ്പം തന്നെ ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാ ജോലിയും വിട്ടേക്കാൻ പറഞ്ഞു. ഈ റോൾ നീ വേണം ചെയ്യാൻ, ഇതിനുള്ള സ്ക്രിപ്റ്റ് വർക്ക് മുഴുവനും പോയിക്കൊണ്ടിരിക്കുകയെന്നും പറഞ്ഞു. അപ്പോൾ എൻ്റെ മനസ്സിൽ തോന്നിയത്, മുംബൈയിൽ ഇതുപോലെ സത്യങ്ങൾ ചെയ്യുന്നത് ഒരു സാധാരണ കാര്യമല്ലേ, പക്ഷേ ഇതുവരെ ഒന്നും നടന്നിട്ടേയില്ല. ഇതും രാം ഗോപാൽ സാർ ചെയ്യുന്ന ഒരു സാധാരണ സത്യമാണെന്ന് വിചാരിച്ചു. ഇല്ലല്ലോ വേണ്ട സാർ, 35,000 റോൾ തന്നെ മതിയെന്ന് പറഞ്ഞു. പിന്നീട് ആ റോള് ചെയ്യുവാണെങ്കിൽ ആ റോള് ഞാൻ തന്നെ ചെയ്തോളെന്നും പറഞ്ഞു. ആ സമയത്ത് അത് അദ്ദേഹം അത്രയും സീരിയസ് ആയി പറഞ്ഞതാണെന്ന് എനിക്ക് മനസ്സിലായില്ല. അദ്ദേഹം മുംബൈ മാഫിയ എന്നൊരു സിനിമ എടുക്കാൻ വേണ്ടി വിചാരിച്ചിരുന്നു. അദ്ദേഹത്തിന്റെ വിചാരം എന്നെ മെയിൻ റോൾ ഇടണമെന്നായിരുന്നു. പിന്നീട് ഞാൻ അനുരാഗ് കശ്യപിനെ വിളിച്ചോണ്ട് പോയി. സൗരവ് ശുക്ലയും വന്നു. എല്ലാവരും എഴുതാൻ തുടങ്ങിയതിന് ശേഷം അപ്പോഴാണ് അവർ ചെയ്യാൻ പോകുന്ന കാര്യങ്ങളൊക്കെ എനിക്ക് മനസ്സിലാകാൻ തുടങ്ങിയത്. അതിൽ ഹീറോന്റെ റോള് വേറെ ആർക്കെങ്കിലും കൊടുക്കാം, അതിൽ വേറൊരു റോളുണ്ട്, അതിനെനിക്ക് ആക്ടർ വേണം, ആ റോൾ ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ എൻ്റെ മനസ്സ് എത്രയ്ക്ക് തകർന്നു എന്ന് എന്നെ കൊണ്ട് പറയാൻ പറ്റില്ല. പിന്നീടും ആ ആക്ടിംഗ് റോൾ എന്ന് വെച്ചാൽ എൻ്റെ ജീവിതകാലം മുഴുവനും ഇങ്ങനെ തന്നെ ആയിപ്പോവുമെന്ന് എനിക്ക് തോന്നിപ്പോയി. പക്ഷേ ആ ബീക്കു മാത്രേ എന്ന റോള് എൻ്റെ ജീവിതത്തിൽ എൻ്റെ ജീവിതം മുഴുവനും മാറ്റിമറിക്കാൻ വേണ്ടിയാണ് അത് വന്നിരിക്കുന്നത്. ആ ക്യാരക്ടർ പിന്നീട് എൻ്റെ ജീവിതം മുഴുവൻ തന്നെ മാറ്റിമറിച്ചു കളഞ്ഞു. ആ ഫിലിം ബോക്സ് ഓഫീസ് ഹിറ്റായിരുന്നു. പക്ഷേ അതുപോലത്തെ റോളൊക്കെ ചെയ്യുന്നതിൽ താങ്കൾക്ക് ബുദ്ധിമുട്ടൊന്നുമില്ലേ? കാരണം ബീഹാറിലുള്ള താങ്കളുടെ ഗ്രാമത്തിൽ താങ്കൾ ഒരു ഗ്യാങ് ക്രിയേറ്റ് ചെയ്ത് അവിടെ ചുറ്റിക്കറങ്ങിയെന്ന്. അതെ, പിന്നീട് ഞാൻ 12th എക്സാമിന് ശേഷം, ബോർഡ് എക്സാമിന് ശേഷം എനിക്ക് അവിടുന്ന് പുറത്തു വരാൻ കഴിഞ്ഞില്ല. അപ്പോൾ എനിക്കവിടെ ചെയ്യാൻ തിയേറ്ററില്ല, ഡ്രാമയില്ല. ആ സമയത്ത് ഞാൻ അവിടെ വേറൊരു കോഴ്സും കൂടി ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു. അതായത് കോളേജിലൊരു കോഴ്സ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. എനിക്കതിൽ താല്പര്യമില്ലായിരുന്നു. എനിക്കവിടെ ഒരുപാട് കൂട്ടുകാരെ കിട്ടി. അതിനുശേഷം ഞാൻ കുറേ ഫൺ ചെയ്യാൻ തുടങ്ങി. അതായത് സ്ട്രീറ്റ് ഫൈറ്റ്, എവിടേക്കും പോവുകയാണെങ്കിലും ഒരുമിച്ച് പോവുക, സിനിമ കാണാൻ പോവുക, ആ സ്ട്രീറ്റിലെ റൗഡീസിനോടൊപ്പം ഫൈറ്റ് ചെയ്യാൻ പോവുക, ഈ സ്ട്രീറ്റിലെ റൗഡീസിനോടൊപ്പം ഫൈറ്റ് ചെയ്യാൻ പോവുക. ഞാൻ ആ ജീവിതം വളരെ ക്ലോസ് ആയാണ് കണ്ടത്. അതായത് ഞാൻ വലിയ വലിയ ക്രിമിനൽസിനെ പോലും കണ്ടിട്ടുണ്ട്. അതായത് ഞാൻ ബീക്കു മാത്രയുടെ പെർഫോമൻസ് ശരിക്കും ചെയ്യാൻ കാരണം എന്താണെന്ന് വെച്ചാൽ അവരുടെ ജീവിതം ഞാൻ വളരെ അടുത്തിരുന്ന് കണ്ടതുകൊണ്ട് മാത്രമാണ്. അതോടൊപ്പം ബീക്കു മാത്രേ മുംബൈ മാഫിയ കിങ്,
പക്ഷേ ഞാൻ ആ മുഴുവൻ റെഫറൻസും എടുത്തത് എൻ്റെ നാട്ടിലെ ഒരു വലിയ ക്രിമിനലിൻ്റെ അടുത്തായിരുന്നു. അദ്ദേഹം വളരെ കളർഫുള്ളായി ഡ്രസ്സൊക്കെ ധരിക്കുമായിരുന്നു. അതായത് ഷർട്ട്, പാൻസ് ഒക്കെ. അകത്തൊരു ബനീൻ ഉണ്ടാകും, അതിൻ്റെ മുകളിൽ ഷർട്ട് ബട്ടൺ ഇങ്ങനെ തുറന്നിരിക്കുന്നുണ്ടാവും. അതാണ് എനിക്ക് ജീവിതം തന്നിരിക്കുന്നത്, ജോലി തന്നിരിക്കുന്നത്, കരിയർ തന്നിരിക്കുന്നത്. താങ്കൾക്ക് നെഗറ്റീവ് റോൾസ് വളരെ നന്നായിട്ട് സെറ്റായി. അതുകൊണ്ട് എക്സ് എന്നുള്ള സിനിമയിൽ താങ്കൾക്ക് അമിതാഭ് ബച്ചനോടൊപ്പം അഭിനയിക്കാനുള്ള ചാൻസ് കിട്ടി. അതെ, എനിക്ക് അമിതാഭ് ബച്ചൻ സാറിൻ്റെ കൂടെ ആ റോള് കിട്ടുമ്പോൾ എനിക്ക് ആ രാഘവൻ റോൾ ചെയ്യാൻ ശരിക്കും പറയുകയാണെങ്കിൽ ഒരു 6 മാസം വേണ്ടി വന്നു. എന്നെ സംബന്ധിച്ചോളം ആദ്യത്തെ ജോക്കർ, അതായത് ബാറ്റ്മാൻ്റെ ജോക്കറെ അറിയില്ലേ? ഏറ്റവും ആദ്യം ജോക്കർ നമ്മളാണ് ചെയ്തത്, ആക്സിൽ. പക്ഷെ താങ്കൾ ഫിലിം ഇൻഡസ്ട്രിയിൽ നല്ലൊരു വില്ലനായിട്ട് വരാൻ സാധിച്ചു. അങ്ങനെ ഫിലിം ഇൻഡസ്ട്രിയിൽ ഒരു പുതിയ വില്ലൻ ലഭിച്ചു എന്ന് എല്ലാവരും കരുതി. പക്ഷേ താങ്കൾ വീണ്ടും ശാഠ്യം പിടിച്ചെന്ന് കേട്ടു വില്ലനായിട്ട് അഭിനയിക്കാൻ സാധിക്കില്ലെന്ന്. അല്ല, അതായത് നെഗറ്റീവ് റോളിൽ അവരൊരു വില്ലനെ ഉണ്ടാക്കുന്നു. ഒന്നില്ലെങ്കിൽ അമീർ ഖാൻ, അല്ലെങ്കിൽ സൽമാൻ ഖാൻ, അല്ലെങ്കിൽ ഷാറുഖ് ഖാൻ അഭിനയിക്കും. അതുകൊണ്ടാണ് ഞാൻ ഇതൊക്കെ ചെയ്യില്ല എന്ന് തീരുമാനിച്ചത്. എൻ്റെ ആഗ്രഹം നല്ല ഒരു ക്യാരക്ടർ റോൾ ചെയ്യണമെന്നായിരുന്നു. അതുമാത്രമല്ല, വില്ലനെ കാണുമ്പോൾ നമുക്ക് കുറച്ചെങ്കിലും ഒരു പേടി വേണ്ടേ? അതിനുശേഷം താങ്കൾക്ക് റോളൊന്നും കിട്ടിയില്ല, വെറുതെ ഇരുന്നു. 7 വർഷം താങ്കൾ വെറുതെ അല്ലേ ഇരുന്നത്? അല്ല, വെറുതെ ഇരിക്കായിരുന്നില്ല. എനിക്ക് റോൾസ് എല്ലാം കിട്ടി. അത്രയ്ക്ക് നല്ല റോൾസ് അല്ലെങ്കിലും പക്ഷെ കുറച്ചൊക്കെ കൊള്ളാവുന്ന റോൾസ് തന്നെയാണ്. സ്വാമി എന്നൊരു സിനിമ ചെയ്തിരുന്നു, പിന്നെ ഗസ്തോള എന്നൊരു സിനിമ ചെയ്തിരുന്നു, പിന്നീട് ആസിഡ് ഫാക്ടറി എന്നൊരു സിനിമ ചെയ്തിരുന്നു. അത് മാത്രമല്ല, വേറൊരു പാഠം കൂടി. അത് താങ്കളുടെ സിനിമയുടെ ലിസ്റ്റ് ഞാൻ പറയാം. ആ ഫരേബ്, ആ അത് ഫ്ലോപ്പായി. ആ ബേവഫ, അതും അതും ഫ്ലോപ്പായി. ഫ്ലോപ്പാ. ആ ഇന്ദക്കാമ, അതും ഫ്ലോപ്പായി. ആ അതിനുശേഷം മണി ഹേത്തോ ഹണി ഹേ, അതെ, ആസിഡ് ഫാക്ടറി, ജയിൽ. ഈ സിനിമയൊക്കെ വന്നതും അറിഞ്ഞില്ല, പോയതും അറിഞ്ഞില്ല. ഫ്ലോപ്പായി. പക്ഷേ ഇതുള്ളത് കൊണ്ട് വീട്ടിൽ ഭക്ഷണത്തിന് അടുപ്പെങ്കിലും കത്തിയിരുന്നു. സോ ഈ പടം മുഖേന ഈ സിനിമ കൊണ്ടാണ് ഞാൻ കുറേ ദിവസങ്ങൾക്ക് ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ടു. ആ വിഷമങ്ങളൊക്കെ മാറാൻ വേണ്ടി എനിക്ക് ഈ സിനിമകൾ സഹായിച്ചു. പക്ഷെ രജത് സാർ, എനിക്ക് ഒരു കാര്യം മാത്രം നന്നായി അറിയാം. എനിക്ക് ജോലി എടുക്കാൻ കഴിയും, എനിക്കൊരു റോൾ വേണം, അത്രയേ ഉള്ളൂ. പക്ഷേ ആ റോള് എന്നാ കിട്ടുമെന്ന് എനിക്കറിയില്ല. എനിക്കെന്ന് ആ റോൾ കിട്ടുന്നു, ഞാൻ അന്ന് തീർച്ചയായും തിരിച്ചു വരും. ആ റോളാണ് പ്രകാശ് ജായുടെ രാജ്നിധി എന്ന സിനിമയിലെ റോൾ. ഞാൻ ആ സിനിമ ചെയ്തതിന് ശേഷം അതിൻ്റെ പ്രൊമോകൾ ഇങ്ങനെ വരാൻ തുടങ്ങി. പിന്നീട് എനിക്കിങ്ങനെ ജോലികൾ വന്നുകൊണ്ടേയിരുന്നു. പക്ഷേ നെഗറ്റീവ് റോൾ ചെയ്യില്ലെന്ന് താങ്കൾ പറഞ്ഞിരുന്നു. ഉം. പക്ഷേ രാജ്നീതിയിൽ താങ്കൾ നെഗറ്റീവ് റോളാണ് ചെയ്തിരിക്കുന്നത്. ഗാങ്സ് ഓഫ് വാസിപ്പോറിൽ താങ്കൾ സർദാർ ഖാൻ ക്യാരക്ടർ. ഇല്ല, ആ കഥ ശരിക്കും പറഞ്ഞാൽ കുഴപ്പമില്ലായിരുന്നു. ഈ വില്ലനാകുമ്പോൾ ചെറിയൊരു കഥയെങ്കിലും വേണ്ടേ? പക്ഷേ ഓരോ സിനിമകളിലും ഇങ്ങനെ തുടക്കം മുതലേ വില്ലന്മാരുണ്ടാവുമായിരുന്നു. എടാ, ഞാൻ നിന്റെ ചോര കുടിക്കാതെ വിടില്ലടാ. എനിക്ക് ശരിക്കും പറയുകയാണെങ്കിൽ അങ്ങനത്തെ റോൾസ് ഒന്നും ഇല്ലെങ്കിൽ താല്പര്യമില്ല. നിന്റെ സ്വർണ്ണം ഞാൻ നിന്റെ മോഷ്ടിക്കും. സ്വർണം മോഷ്ടിക്കുമെന്ന് പറയുന്നത് എനിക്ക് ഈ ഡയലോഗ്സ് ഒന്നും ഒരിക്കലും സെറ്റാവില്ല. ഞാൻ അങ്ങനത്തെ റോൾസ് ഒന്നും ചെയ്യാൻ പാടില്ലെന്ന് തീരുമാനിച്ചു. അതായത് ഇപ്പോഴേ നെഗറ്റീവ്, നിങ്ങൾ ഐതിഹ്യത്തെക്കുറിച്ച് സംസാരിച്ചു. ഞാനത് നെഗറ്റീവ് റോളെന്ന് പറയില്ല. അതിൽ 2 കുടുംബത്തിൻ്റെ വഴക്കുണ്ടാകും. അതിൽ ഞാനൊരു കുടുംബത്തിൻ്റെ മൂത്ത മകനാണ്, മറ്റൊരു കുടുംബത്തിൻ്റെ മൂത്ത മകൻ അർജുൻ ആംപാൽ, പിന്നീട് ചെറിയ മകൻ രൺവീർ കപൂർ. ഈ 2 കുടുംബം തമ്മിൽ നടക്കുന്ന ഒരു ചെറിയ പ്രശ്നമാണ് ഈ സ്റ്റോറി. ഇതിൽ തെറ്റ് ശരി ഏതാണെന്ന് പറയാൻ വളരെ കഷ്ടമാണ്. ഇതുപോലത്തെ റോൾസെല്ലാം എനിക്ക് സിനിമയിൽ കിട്ടുവാണെങ്കിൽ ഞാനത് വളരെ ഹാപ്പിയായി ചെയ്യും. സർദാർ ഖാൻ റോൾ താങ്കൾക്ക് എങ്ങനെയാണ് ലഭിച്ചത്? അനുരാഗ് കശ്യപ്, അദ്ദേഹവും ഞാനും രണ്ടുപേരും തമ്മിൽ സംസാരിക്കുകയില്ലായിരുന്നു. കാരണം ഞങ്ങൾ രണ്ടുപേർക്കും ഇടയിൽ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി. അതോടൊപ്പം ചില മിസ്അണ്ടർസ്റ്റാൻഡിംഗ് ഒക്കെ ഉണ്ടായിരുന്നു. അദ്ദേഹം എന്നെ രാത്രി ഒരു 10 മണിക്ക് വിളിച്ചിരുന്നു. നിങ്ങൾ എൻ്റെ കൂടെ ചേർന്ന് വർക്ക് ചെയ്യോ എന്ന് 10 കൊല്ലം കഴിഞ്ഞാണ് ചോദിച്ചത്. അതിനെന്താ ചെയ്യാലോ പറഞ്ഞു. എൻ്റെ അടുത്തൊരു സ്ക്രിപ്റ്റ് ഉണ്ട്, അത് നിങ്ങൾ എപ്പോഴാണ് പഠിക്കാൻ ചോദിച്ചു. അതിനപ്പോൾ ഞാൻ പറഞ്ഞു, എൻ്റെ ഡ്രൈവർ പുറത്തു പോയി നിങ്ങളുടെ വണ്ടി അയക്കോ, ഞാൻ ഓഫീസിലേക്ക് വന്നേക്കാമെന്ന് പറഞ്ഞു. ഞാൻ പോവുകയും ചെയ്തു. പിന്നീട് അദ്ദേഹത്തിൻ്റെ സ്ക്രിപ്റ്റ് പഠിക്കാൻ തുടങ്ങി. പകുതി എത്തിയപ്പോഴേ തോന്നി എനിക്ക് ഈ സിനിമ ചെയ്യണമെന്ന്. ഞാൻ അവനോട് പറഞ്ഞു, ഒരു റെഡ് വൈൻ വാങ്ങി വെക്കുക, നിങ്ങൾ ആദ്യമായി സ്ക്രിപ്റ്റ് മുഴുവനും കേൾക്ക്, എന്നിട്ട് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നോക്കാമെന്ന് പറഞ്ഞു. ഇതാണ് അവിടെ നടന്നത്. പിന്നീട് അദ്ദേഹം ഓഫീസിലെ ചെക്കിനെ വിളിച്ച് എന്തെങ്കിലും വാങ്ങിച്ചു തരാൻ പറഞ്ഞു. അവനും പോയി. അപ്പം ഞാൻ ചോദിച്ചു, നീ ഇത് എങ്ങനെ പ്ലാൻ ചെയ്യാൻ പോണേ, എങ്ങനെയാ അത് സ്ക്രീൻ പ്ലേ ചെയ്യാൻ പോകുന്നതെന്ന്. ഇത് എന്നെ സംബന്ധിച്ചോളം ഒരു കമേഴ്ഷ്യൽ ഫിലിം എന്നാണ് പറഞ്ഞത്. ഈ സർദാർ ഖാൻ എൻ്റെ സിനിമയുടെ സ്പാട്ട് 1 ഹീറോയാണ്. അതായത് എൻ്റെ ഹീറോ വളരെ വ്യത്യസ്തമായിരിക്കണം. കമേഴ്ഷ്യൽ സിനിമയെക്കുറിച്ചുള്ള കാഴ്ചപ്പാടിലായിരിക്കണം ഇത് ഉണ്ടാകാൻ. അതെങ്ങനെയാണ് ചോദിച്ചു ഞാൻ. വ്യത്യസ്തമായിരിക്കണം എന്നാണ് പറഞ്ഞത്, സാധാരണ ജനങ്ങളുടെ ജീവിതം പോലെ. ഞാൻ ഓക്കെ എന്ന് പറഞ്ഞു. ഞാൻ അടുത്ത പ്രാവശ്യം അദ്ദേഹത്തെ കാണുമ്പോൾ നിന്റെ മുടി വെട്ടിയേക്ക് അനുരാഗ് എന്ന് പറഞ്ഞു. അദ്ദേഹം അതിന് ശരിയെന്ന് പറഞ്ഞു. മുടി വെട്ടാൻ തുടങ്ങിയപ്പോൾ പിന്നെ ബാർബർ മുടി വെട്ടുന്നത് നിർത്തുന്നേയില്ല. പിന്നീട്
ഞാൻ ചോദിച്ചു എന്താ കഴിഞ്ഞോ ഇല്ലേ എന്ന്. ഇല്ലല്ല, ഇനിയും കഴിഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞു. പിന്നീട് തലയിൽ ഒന്നും ബാക്കിയുണ്ടായിരുന്നില്ല. സോ ഇങ്ങനെയാണ് അവർ സർദാർ ഖാന്റെ ലുക്ക് ഡിസൈഡ് ചെയ്തത്. സർദാർ ഖാൻ റോളിന് വേണ്ടി താങ്കൾ ചെയ്തതെല്ലാം ശരിക്കും വിമർശനത്തിന് വഴിവെച്ചു അല്ലേ? എൻ്റെ വിധി എന്ന് പറയാം, എൻ്റെ ജീവിതത്തിൻ്റെ ഒരു വിഷമം. ഞാൻ നല്ല കാര്യങ്ങൾ പറയുമ്പോൾ അതിനെക്കുറിച്ച് ആരും സംസാരിക്കാറില്ല. മോശമായിട്ട് പറയുമ്പോൾ പ്രോത്സാഹിപ്പിക്കുന്നു. അതിലുള്ള ഡയലോഗൊക്കെ ഡയലോഗ് റൈറ്റർ അല്ല മനോജ് ബാജ്പേയി ആണ് എഴുതിയെന്ന് കേട്ടു. അതെ, കുറേ ഡയലോഗ്സ് ഞാനാണ് എഴുതിയത്. ശരിക്കും പറയുകയാണെങ്കിൽ ഈ സിനിമയിൽ എനിക്ക് അബീഷ്വൽ ലാംഗ്വേജ് വേണമെന്ന് തോന്നി. സോ എനിക്ക് തോന്നിയത് ഈ സ്ഥലത്ത് ഈ സീൻ കഴിയാൻ പാടില്ല എന്നായിരുന്നു. ഈ സീൻ നല്ല രീതിയിൽ കൺക്ലൂഡ് ആകണമെന്നായിരുന്നു എൻ്റെ ആഗ്രഹം. ഞാനപ്പോൾ ആ സീൻ ഇംപ്രവൈസ് ചെയ്തു. അപ്പോഴത്തേക്കും അവിടുത്തെ ഡോക്ടർ ചിരിച്ച് താഴെ വീണു. അപ്പോൾ അദ്ദേഹം മനോജ് എന്നെ പറയുമ്പോൾ ഞാൻ എന്തുകൊണ്ട് പറഞ്ഞൂടാ എന്ന് ചോദിച്ചു. ആ സമയത്ത് ഡയറക്ടർ പറഞ്ഞത്, നിങ്ങൾക്കൊരു അവസരം കിട്ടുവാണെങ്കിൽ ചീത്ത പറയുന്നത് ശരിയാണെങ്കിൽ നിങ്ങൾ ചീത്ത പറഞ്ഞോളൂ. അപ്പോൾ അദ്ദേഹം അത് ട്രൈ ചെയ്തു. അദ്ദേഹം ട്രൈ ചെയ്യുമ്പോൾ ഡയറക്ടർ അങ്ങനെ സീൻ നിർത്തി. ഇല്ല, ഇറ്റ് ഈസ് നോട്ട് വർക്കിംഗ് എന്ന് പറഞ്ഞു. ഇത് നിങ്ങളെക്കാളും കുറച്ച് ബെറ്റർ ആയിരുന്നു എന്ന് പറഞ്ഞു. അതായത് നമ്മൾ സാധാരണ ജീവിതത്തിൽ എങ്ങനെയാണോ പെരുമാറുക അതേപോലെ ഞങ്ങൾ സീനിൽ ബെറ്ററായി കൊണ്ടുവരുന്നതാണ് ഞങ്ങളുടെ ശ്രമം. കാരണം ചീത്ത പറഞ്ഞത് മാത്രമല്ല, നമ്മൾ അന്നസസറിയായി ഒന്നും ചെയ്യില്ല. ചില സമയങ്ങളിൽ ഞാൻ സ്ക്രിപ്റ്റിൽ എന്തെങ്കിലും ആവശ്യമില്ലാത്തതുണ്ടെങ്കിൽ ഞാൻ കട്ട് ചെയ്യും. ഇല്ലെങ്കിലും ആ ഡയലോഗ് ഓക്കെ ആയിരിക്കും. അല്ലെങ്കിൽ ആ സ്ഥലത്ത് ആ ഡയലോഗ് വേണമെങ്കിൽ, ആ ക്യാരക്ടറിന് ആ സിറ്റുവേഷനിൽ ആ ഡയലോഗ് വേണമെങ്കിൽ ഞാനത് തീർച്ചയായും ചെയ്യും. അവിടെ നമ്മൾ മൊറാലിറ്റി നോക്കാൻ പാടില്ല. പിറ്റേ ദിവസം ട്വിറ്ററിൽ നോക്കുവാണെങ്കിൽ എല്ലാ ജനങ്ങളും ഇതൊക്കെയാണ് ചെയ്യുന്നത്. അതായത് ട്വിറ്ററിൽ എപ്പോഴും ഇതന്നെയല്ലേ നടക്കുന്നത്. പിന്നെ എന്തുകൊണ്ട് സിനിമകളിൽ ഉപയോഗിച്ചാൽ മാത്രം പ്രശ്നം വന്നത്? ട്വിറ്ററിലെ വാക്കുകൾ മാത്രം എന്താ മലയ്ക്ക് മാലട്ടിണോണോ വരുന്നത്? അങ്ങനെയൊന്നുമില്ലല്ലോ. താങ്കൾ വളരെ വ്യക്തമായിട്ട് ഉത്തരം നൽകി. ഓഡിയൻസിൽ ആർക്കെങ്കിലും ചോദിക്കണമെങ്കിൽ ചോദിക്കാം. ഗാങ്സ് ഓഫ് വാസിപ്പൂരിൽ അതിൽ നിങ്ങളുടെ ഒരു ഡയലോഗ് വളരെ ഫേമസ് ആണ്. ആ അസ്ര ഹജ്രാത്ത് ഹജ്രാത്ത് എന്ന് പറയില്ലേ ആ. സർ, പ്ലീസ് ഞങ്ങൾക്ക് വേണ്ടി ആ ഡയലോഗ് ഒരു വട്ടം പറയൂ. അതിലൊരു മോശപ്പെട്ട വാക്കുണ്ട്. അത് വേണമെങ്കിൽ ഞാൻ ചേർത്ത് പറയാം, നിങ്ങൾ വേണമെങ്കിൽ മ്യൂട്ട് ചെയ്തോളൂ. എന്താ, ശരിയല്ലേ? ഓക്കെ. हजरात हजरात हजरात, बड़े अफसोस के साथ ये सूचित किया जाता है कि कल रात वासेपुर की एक लड़की को अगवा कर लिया गया है। हजरात, अगले 24 घंटे में लड़की अपने घर नहीं पहुंची तो पूरे इलाके में इतना बम मारेंगे कि इलाका धुआं धुआं हो जाएगा और रामाधीर सिंह के पूरे खानदान से का नाच नचाएंगे।